അമ്മനെ കുട്ടി കുളിച്ചു കഴിഞ്ഞോ? ഇല്ല, ഒന്നുകൂടെ കുളിക്കാൻ പോവാ. ഇതെന്ത് സ്വഭാവ? എന്ത് ചോദിച്ചാലും തർക്കൂത്തരേ പറയും. അമ്മനെ കുട്ടി സോപ്പുണ്ടോ? എന്റെ സോപ്പ് വെള്ളത്തിൽ വീണു പോയി, മുങ്ങിത്തപ്പി എടുത്തോ. ദിവസം ഞാൻ മുങ്ങിത്തപ്പുന്നുണ്ട്. അഞ്ചും 3 8, 8 3 11, 11 3. അയ്യോ, കണക്ക് തെറ്റി. ഈ പാട്ട് പെട്ടി തല്ലി പൊളിച്ചു കളയാൻ ഈ പഞ്ചായത്തിൽ ആരും ഇല്ലേ? അല്ല, ഭാസ്കരമാവൻ എന്നെ അന്വേഷിച്ചു എന്നറിഞ്ഞു. ഉവ്വ്, അന്വേഷിച്ചു. ഞങ്ങളുടെ വീട്ടിലൊരു വിശേഷം ഉണ്ടാവുമ്പോ ആദ്യം അറിയിക്കേണ്ടത് അനന്തനെയല്ലേ? നീ ഞങ്ങളുടെ സ്വന്തം മോനെ പോലെയാ. അമ്മണിക്കുട്ടിയുടെ കാര്യമായി പറഞ്ഞു വരണേ. ജാതകങ്ങൾ വെച്ച് നോക്കിയപ്പോ കേശവൻകുട്ടിയായിട്ട് നല്ല പൊരുത്താ. അല്ല, അമ്മണിക്കുട്ടി അവൾ എന്ത് പറയാനാ? പിന്നൊരു കാര്യം, ഇക്കുറി തേങ്ങ ഇടുമ്പോ 10 300 നല്ല തേങ്ങ മാറ്റിയിട്ടേക്കണം. വേറൊന്നുകൊണ്ടല്ല, അടപ്രഥമനും പായസത്തിനൊക്കെ വേണ്ടേ? ഒന്ന് വേഗം എഴുന്നള്ളുണ്ടാ. ഒരു പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാനുള്ള പാടേ അമ്മാവനെ അറിയിക്കണം, അമ്മായിനെ അറിയിക്കണം, തെങ്ങേറ്റക്കാരൻ. മോളെ അമ്മണി, ഞങ്ങൾ വരാൻ ഒരുപക്ഷെ അല്പം താമസാലേ നീ ആ പൊന്നിയെ വിളിച്ച് കൂട്ടുകിടത്തണം കേട്ടോ. എന്താ ഈ സ്വകാര്യം പറയുന്നത്? സ്വകാര്യമൊന്നും അല്ലെന്ന്, പൊന്നിയെ വിളിച്ച് കിടത്താൻ പറയാ. പിന്നെ പശുവിനെ അയച്ച് തൊഴുത്തി കെട്ടിക്കോളൂട്ടോ. ഇനിയിപ്പോ ഏത് ബസ് കിട്ടും? നിന്റെ അച്ഛന്റെ ബസ് കിട്ടും. ഒരുക്കി കൊണ്ടുവരാനുള്ള കഷ്ടപ്പാട് എനിക്കറിയുള്ളൂ. നമ്മൾ തമ്മിൽ ഇഷ്ടമാണെന്ന് അനന്തേട്ടൻ അച്ഛനെ കണ്ടു പറയണം. നീ കരയാതെ, നമുക്ക് എല്ലാത്തിനും വഴിയുണ്ടാകും. അവര് തമ്മിൽ ആലോചിച്ചാലേ ഉള്ളൂ. ആ കേശവൻകുട്ടിയെ കൊണ്ട് എന്നെ കെട്ടിക്കുമെന്ന് ഉറപ്പായാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. നേരെ ഒരുപാടായി. മാത്രമല്ല, നമ്മൾ രണ്ടാളും ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്ന ആരും കാണണ്ട. അമ്മണിക്കുട്ടി വീട്ടിലേക്ക് പോയിക്കോളൂ. രാത്രി 11 മണിക്ക് നിന്റെ അച്ഛനും അമ്മയും ഉറങ്ങിയതിന് ശേഷം ഞാൻ വരും. കതകിന് 2 പ്രാവശ്യം മുട്ടും, അന്നേരം തുറക്കണം. ബാക്കി നമുക്ക് അവിടെ വെച്ച് തീരുമാനിക്കാം. എന്റെ ഉണ്ണിയാർച്ചയെ ഞാനല്ലാതെ വേറെ ആരും കെട്ടാൻ പോണില്ല. പോരെ? പോ. അനന്തകുഞ്ഞെ, എന്താ ശങ്കര? നമ്മുടെ കൃഷ്ണന് വിഷം തേണ്ടി. എപ്പോ? 1 മണിക്കൂറാണ്. വൈദ്യരുടെ വീട്ടിൽ എത്തിച്ചിട്ടാ ഞങ്ങൾ വരുന്നത്. വാ, പോവാം. ഇവൻ ഈ രാത്രിയിൽ എവിടെ പോവാ?
ഇപ്പൊ തലേ കയറും വൈദ്യരെ. തലേ കയറാണ്ടിരിക്കാനാണ് വിഷക്കല്ല് വെച്ചത്. വിഷം വലിച്ചെടുത്ത ഉടനെ കല്ല് താഴെ വീഴും. അനന്ത രാജവെമ്പാല കടിച്ചാണെന്നാണ് വൈദ്യര് പറയുന്നത്. അയ്യോ അയ്യോ, ഒന്നും സംസാരിക്കണ്ട. ഇപ്പൊ വിഷം ഇറങ്ങി തുടങ്ങിയെന്നാണ് തോന്നണേ അനന്ത. ഇത്ര വേദന. ഉറങ്ങാൻ അനുവദിക്കരുത്. ഉറങ്ങിയാ വിഷം ഇറങ്ങാൻ ബുദ്ധിമുട്ടാ. അതെന്താ ഇതൊന്ന് പിടിച്ചാട്ടെ, ഞാൻ പോയി ഒരു മരുന്ന് എടുത്തോണ്ട് വരാം. ആയി. ഇതും പിടിച്ചോണ്ട് ഉരല് പോലെ നിക്കാതെ ഇവിടെ ഇരുന്ന് വീശിത്ത അനന്ത. അയ്യോ അയ്യോ അയ്യോ, എനിക്ക് സഹിക്കാൻ വയ്യ. അമ്മണിക്കുട്ടി, കൃഷ്ണനെ കടിച്ചത് പാമ്പായിരിക്കില്ല, നീർക്കോലി ആയിരിക്കും. ശരിയാ, അതാ ഇന്ന് രാവിലെ കൃഷ്ണൻ ചേട്ടൻ വൈദ്യടുത്തൊന്ന് പോകുന്നത്. ഞാൻ ഇതുവരെ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. എന്തിനാ ഞാൻ എന്നെ തന്നെ വെറുതെ ഇങ്ങനെ പൊക്കി പറയണേ? പണ്ട് ഞാൻ കോട്ടയത്ത് ഗുസ്തിയും കഴിഞ്ഞ് രാത്രി മടങ്ങി വരുമ്പോ നമ്മുടെ ആ കൈതക്കാട് ജംഗ്ഷനിൽ വെച്ച് എന്തോ ഒന്നിന്റെ പുറത്ത് ഞാൻ ചവിട്ടി. ഞാൻ പിന്നെ കാലുയർത്താണ്ട് അമർത്തിയൊരു തേപ്പങ്ങോട്ട് തേച്ചു. തീപ്പെട്ടി ഉരച്ചു നോക്കുമ്പോ ഏതാണ്ട് അവിടുന്ന് തൊട്ട് ദിപിടം വരെ നീളം. വിശ്വസിക്കോ? ദീ കനം ഒരു മൂർക്കം പാമ്പ് ചത്തു മലന്നു. പറഞ്ഞാ വിശ്വസിക്കോ? ഇല്ല. വിശ്വസിക്കില്ലേ? എന്റെ മതി, നിന്റെ ചായ കുടി. അഹങ്കാരി എന്താ നീയൊക്കെ? നിന്നൊക്കെ എനിക്ക് വാസു ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോ അറബി പാമ്പായിട്ട് കഥ കൂടി കേൾക്കാമായിരുന്നു. ഇതൊക്കെ തിന്നാൻ നിന്റെ ഒരു റൊക്കം കാശില്ല. അപ്പൊ അത്യാവശ്യം ഞാൻ പറഞ്ഞത് കേൾക്കേണ്ടി വരും. എനിക്കിടാ നീ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാ? അല്ല ഉണ്ടെങ്കിൽ ചോദിച്ചോ. സംശയമില്ല. ഈ നാട്ടുകാരെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അമ്മണിക്കുട്ടി കുളിക്കുന്നില്ലേ? അശുദ്ധിയൊക്കെ ഒന്ന് മാറട്ടെ. ഒന്ന് പോകുന്നുണ്ടോ? എന്താ ഇത്? ഇന്നലെ രാത്രി മുതൽ നീ എന്റെ കിടന്ന് ബഹളം വയ്ക്കാതെ. ഇന്ന് രാത്രിയിലും ഞാൻ വരും. മറ്റാരും അറിയണ്ട.
ഇവനെയാണല്ലോ ഇന്ന് ഞാൻ മിണ്ടാതിരിക്കാൻ. അനന്ത കേശവൻകുട്ടി ഈ പാതിരാത്രിക്ക് തമ്മി തല്ലിച്ചാവാൻ ഇവിടെ എന്താ ഉണ്ടായത്? എന്തുണ്ടായിരുന്നോ? പോയി മോളോട് ചോദിക്ക്. ഈശ്വര, 4-5 നാളായി ശ്രദ്ധിക്കുകയായിരുന്നു. ഇവൻ എന്ന് രാത്രിയിൽ തന്റെ മകളുടെ കൂടെ കിടന്നോണ്ടിരുന്നേ. എടാ മഹാഭാവി, ദൈവത്തിന് ഇറക്കാത്ത പറയരുത്. പാതിരായ്ക്ക് വാദം തുറന്നു കൊടുക്കുന്ന മകളെ ചെന്ന് ശാസിക്ക്. യശകുഞ്ഞെ ഇല്ലാത്ത പറയരുത്. ഓടാ ഓടാ അവിടുന്ന്. ദാ എന്നോട് ഇത് ചെയ്തല്ലോടാ. എനിക്ക് വയ്യ ഭവാൻ. എനിക്ക് പറയാനുള്ള ഒന്ന് കേക്ക്. ഇനി ഒന്നും പറയണ്ട. നോക്കി നിൽക്കാതെ തല്ലി കൊല്ലണവനെ. ചേട്ടാ ചതിച്ചു. ഇനി അളിന് എപ്പോ വേണമെങ്കിലും അവളുടെ അടുത്ത് പോവാമല്ലോ. ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. നീ എന്താ കഴിക്കാത്തത്? എടുത്ത് കഴിക്ക്. എനിക്ക് വേണ്ട, ഞാൻ കൂടി നിർത്തി. ഇനിയിപ്പോ ബാറുകളൊക്കെ അടച്ചു പൂട്ടിയത് തന്നെ. യേശുൻകുട്ടി, ഇതൊക്കെ മഹാപാപമാണ്. മര്യാദക്കൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് കരുതി ജീവിച്ചില്ലല്ലോ. നിന്റെ ശവം ആറ്റിൽ ഒഴുകി നടക്കും. മനസ്സിലായോ? ഇത് കഴിച്ചു. നിന്റെ ദുഃഖവും സഹതാവും ഒക്കെ മാറിക്കിട്ടും. കൃഷ്ണൻ നമ്മുടെ ആളല്ലേ?